അല്ല, അയാളുടെ ഫോട്ടോ എന്തിനാ നീ അവിടെ ഒട്ടിക്കണേ? അയാളല്ല, ശ്രീശാന്ത്. ആ, ശ്രീകാന്ത്. ഞാനും പേരാലോചിക്കായിരുന്നു. അപ്പൊ നിനക്ക് ആളെ അറിയാല്ലേ? അതല്ല ഞാൻ പറഞ്ഞ എനിക്കറിയാന്ന്. ബിഗ് ബോസ്. അത് മാത്രമൊന്നുമല്ല. ബോളിവുഡ് പടം. അതുമാത്രല്ല, പുള്ളിയുടെ ആൽബംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിക്കി കൽറാണിയുടെ കൂടെ. നിക്കിക്കൊപ്പം കറക്റ്റ്. കളിയാക്കല്ല മോനെ, അത് ധർമ്മജന്റെ FB പോസ്റ്റ് അല്ലേ? നിക്കിക്കൊപ്പം നിക്കറിട്ട്. ഞാൻ അത്ര പൊട്ടിയൊന്നും അല്ല കേട്ടോ. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങളെന്താ പുള്ളിയുടെ ഫാൻസാ? അപ്പൊ നീ കാര്യമൊന്നും അറിഞ്ഞില്ല? എന്ത്? ശ്രീയാണ് അബിയുടെ പടത്തിലെ ഹീറോ. ആണാ? പടത്തിന് ടൈറ്റിൽ ഇട്ടാ? പേര് ഗോപുവിന്റെ പ്രതികാരം. ഓ, മഹേഷിന്റെ പ്രതികാരം പോലെ. മഹേഷിന്റെ പ്രതികാരം പോലെയല്ല, ഇത് അടിച്ചമർത്തപ്പെട്ടവന്റെ തിരിച്ചുവരവാണ്. റിട്ടേൺ ഓഫ് ശ്രീ. അടുത്ത സെപ്റ്റംബറിലെ റിലീസ്. ക്രിക്കറ്റ് ഓൺ സബ്ജക്ട്. ഓ, 1983 പോലെ. 1983 കണ്ടിട്ടുണ്ടോ? പിന്നെ അപ്പൊ ക്രിക്കറ്റ് അറിയോ? പിന്നെ അപ്പൊ മെസ്സിനെയൊക്കെ അറിയാതിരിക്കല്ല. സ്പോർട്സ്മാൻ ആണ്. അങ്ങനൊന്നുമില്ല. മെസ്സിന്റെ ഇൻസ്വിംഗും ഫ്രീ കിക്കും ശ്രീശാന്തിന്റെ ഔട്ട് സ്വിങ്ങറും ഒക്കെ ഇഷ്ടം. ശ്രീശാന്തോ? അതാരാ? മലയാളിയാണോ? കൊച്ചിക്കാരനാ. 2000 T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ ഓർമ്മയില്ലേ? മിസ് ബൗൾ ഹാക്കിന്റെ വിക്കറ്റ്, ജോഗേന്ദ്ര ശർമ്മയുടെ ബൗളിംഗ്, ഫൈൻ ലെഗിലെ ശ്രീശാന്തിന്റെ ക്യാച്ച് ഓർമ്മയില്ല? ഔട്ട് സ്വിങ്ങർ ഗൂഗിളി അല്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ലെഗ് സ്പിന്നറുടെ ഓഫ് സ്പിൻ. ഗൂഗിളി റൈറ്റ് ഹാൻഡർ ബാറ്റ്സ്മാന്റെ ഉള്ളിലോട്ട് വരും, ഔട്ട് സ്വിങ്ങർ പുറത്തേക്ക് പോകും. ശ്രീശാന്ത് കളിക്കാൻ തുടങ്ങിയത് കുംബ്ലയെ പോലെ ലെഗ് സ്പിന്നർ ആയിട്ടാണ്. പിന്നെ പുള്ളിയുടെ ചേട്ടൻ ദീപുവിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഫാസ്റ്റ് ബൗളറായത്. ശ്രീയുടെ ഔട്ട് സ്വിങ്ങർ മോനെ ഒരു രക്ഷയില്ല. കപിൽ ദേവ് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഔട്ട് സ്വിങ്ങർ കളിക്കുന്ന ഒരു ഇന്ത്യൻ ബൗളർ അല്ല. ആരാ പടത്തിന്റെ മ്യൂസിക്? മധു ബാലകൃഷ്ണൻ കിട്ടോ നോക്ക്. പുള്ളിയാണെങ്കിൽ പൊളിക്കും. ഒരു നഷ്ടം വേദനിപ്പിക്കുന്നുണ്ടല്ലേ? നഷ്ടബോധം. ബോധ്യമാണല്ലോ നേട്ടവും നഷ്ടവും തീരുമാനിക്കുന്നത്. അതെ അതെ. എല്ലാരും പറയുന്ന പോലെ യു വിൽ ഗെറ്റ് ഓവർ ഇറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറയില്ല. നഷ്ടങ്ങളും വേർപാടുകളും ഒക്കെ നല്ലതാണ്. ഒരു സേയിങ് ഉണ്ട്, ഇറ്റ്സ് ഓൺലി ആഫ്റ്റർ വി ഹാവ് ലോസ്റ്റ് എനിത്തിങ് ദാറ്റ് വി ആർ ഫ്രീ ടു ഡു എവറിത്തിങ്. കാരണം നല്ലതാണെന്നൊക്കെ പറയുന്ന പോലെ. നീ ഒന്നും മിണ്ടാതിരിക്കുക കുറച്ചു നേരം. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എന്നാൽ നീ പറ, ഞങ്ങൾ കേട്ടിരിക്കാം. ഇവനെ നഷ്ടപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? നടക്കില്ല മോനെ, അവസാനം വരെ കൂടെ കാണും, പൾസ് പോലെ. പക്ഷേ പൾസറിന്റെ ഗുണമാണ് ചെയ്യുന്നതെന്ന് മാത്രം. എക്സാക്ട്ലി. ആ കോമഡി എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് കൗണ്ടർ അടിക്കുന്നില്ല. കബഡി നിരത്ത് സ്വാമി, നിരത്ത്. കൈ ഉണ്ടോ? കൈ മൗനം ബലഹീനതയല്ല, ഇതൊരിടവേളയാണ്. വലിയ വലിയ തിരിച്ചറിവുകൾക്കുള്ള നിസ്സാരമായ ഇടവേള. കണ്ടുപിടിച്ച് നഷ്ടപ്പെട്ടതൊന്നും നമ്മുടെയല്ല, അല്ല. പക്ഷേ നേടാനുള്ളതെല്ലാം നമ്മുടെയാണെന്ന് വിചാരിക്കാം. വലിയ മാറ്റങ്ങൾ കാത്തിരിക്കുന്ന നാളുകളാണ് അവിനാശിൻ്റേത്. നിരാശ ഒരിക്കലും നാളത്തെ പ്രശ്നങ്ങൾ തീർക്കില്ല. അത് ഇപ്പോഴത്തെ സമാധാനം കളയുകയുള്ളൂ. അതുകൊണ്ട് ഓരോ നിമിഷവും ആസ്വദിക്കുക. മനസ്സിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിടുക. പലർക്കും അപ്രതീക്ഷിതമായി കടന്നു വരാനുള്ളതാണ്. അടിപൊളി. സാധാരണമല്ലാത്ത ലക്ഷ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയല്ലേ അവിനാശ്. അവഗണന പോലും അർഹിക്കാത്ത കാര്യങ്ങളെപ്പറ്റി നിരാശപ്പെടാതിരിക്കുക. എന്നെ എനിക്ക് ഉദ്ദേശിച്ചത് സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. ഒരു സെക്കൻഡ്. വിനോദേട്ടാ, എന്തത്യാവശ്യം? പ്രതീക്ഷിതമായി കടന്നു വരുന്നയാൾ പറഞ്ഞതിന് ഞാൻ വരാം. ശരി. എടാ ഞാൻ ഒന്ന് ചെല്ലാണ്. എടാ ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ ഇറങ്ങും, ഒന്ന് സ്റ്റുഡിയോയിലേക്ക് പോകണം. ആയിക്കോട്ടെ. അപ്പം എന്തായാലും വന്നതിന് താങ്ക്സ്. നോ പ്രോബ്ലം മാൻ. അപ്പോൾ അഭിനേഷൻ എന്താ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ഹായ്. ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് ഓഫാ. എന്ത് ഓഫീസ്? അതറിയില്ലേ? പിന്നെ കഴിക്കാൻ എന്താ വേണ്ടത്? അപ്പൊ ഇവിടെ വേറെ ആരും ഇല്ല? അല്ല, ഇപ്പൊ ഇവിടെയാണോ പണി? അങ്ങനൊന്നുമില്ല. എവിടെ ഞാനുണ്ടോ അവിടെ എവിടെ പണിയുണ്ടോ അവിടെ ഞാനുണ്ട്. അതെനിക്കറിയാലോ.
ഭാഗ്യം അത്രയെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ഓർഡർ സർ. ഒരു ബ്ലാക്ക് കോഫി, ബാക്കി പിന്നെ പറയാം. എടോ ക്ഷമിക്കടോ, സോറി. ഒന്നുമില്ല, ഞാൻ തൻ്റെ കണ്ണ് രക്ഷപ്പെടുത്തിയില്ലേ? അല്ലിപ്പോൾ കാണായിരുന്നു കടൽ കൊള്ളക്കാർ പോലെ കറുത്ത തുണിയൊക്കെ കണ്ണി കെട്ടി നടക്കണ്ടായിരുന്നു ഒരു കണ്ണിൽ. തമാശ തമാശ. വേറെന്തൊക്കെയുണ്ട് വിശേഷം? താനേ സൊല്ലാമലെ എന്ന് പറഞ്ഞൊരു തമിഴ് പടം കണ്ടിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് പടമാണ്. നമ്മുടെ ലിവിങ്സ്റ്റണും നന്ദിനിയൊക്കെ അഭിനയിച്ചത്. കരുമാടിക്കുട്ടനിലെ നന്ദിനി കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. തോന്നുന്നു. അതിൻ്റെ കഥ എന്താണെന്നറിയോ? അത് നമ്മുടെ ഒരു നാട്ടിൻപുറത്ത് വരുന്നൊരു വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു നായകനാണ്. പുള്ളി നായികയെ കണ്ടുമുട്ടുന്നു. അപ്പം നായികയുടെ ഗ്ലാമറും സ്മാർട്ട്നെസ്സും സൗന്ദര്യവും കുലീനതയും ആഭിജാത്യവും അന്തസ്സും ഒക്കെ കണ്ട് മൂപ്പര് കുറച്ച് സമയം അങ്ങോട്ട് മ്യൂട്ടായി പോകുന്നു. ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ട് നമ്മുടെ നായിക വിചാരിക്കാണ് പുള്ളിക്കാരൻ ഊമയാണെന്ന്. അങ്ങനെ ഒരു സിമ്പതി വർക്കൗട്ട് ആവുന്നു. അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആവുന്നു. പലതവണയും നമ്മുടെ നായകൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഊമയല്ല എന്ന്, പക്ഷെ പറ്റുന്നില്ല. അവസാനം ഒരു ദിവസം അവൾ തിരിച്ചറിയാണ് അവൻ ഊമയല്ല. അപ്പം ആ കുറ്റബോധം അവന് സഹിക്കാൻ പറ്റാതെ അവൻ എന്താ ചെയ്തെന്നറിയും? അവൻ്റെ നാക്ക് മുറിച്ച് കളയാണ്. ഓ, ആ ക്ലൈമാക്സ് കാണണം, കരച്ചിൽ വരും. ആർക്ക്? എനിക്ക് കരച്ചിൽ വന്നു. പിന്നെ നാവ് പോലെയല്ല, കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കരയാൻ പോലും പറ്റില്ല. എനിക്കിനൊന്നും നോക്കാനില്ല. ഇവിടെ 2 ഫോർക്ക്. ഏത് കണ്ണ് കുത്തിപ്പൊട്ടിക്കണം? സോറി. ഓക്കെ, അപ്പൊ കണ്ണ് സൂക്ഷിച്ചു വെച്ചോ ഈ ഗുണ്ടകണ്ണ്. ഇനി വേല തരെടുത്താലേ ഞാൻ ശരിക്കും കുത്തിപ്പൊട്ടി. കൊടുക്കൈ. താങ്ക് യു.